എന്ന് പറഞ്ഞതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ആ ക്യാപ്ഷനിൽ തന്നെയുണ്ട്. കാരണം പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഉപവാസം കൊണ്ട് നമ്മൾ നേടാൻ പോകുന്നത്. ഒന്ന് ശരീരമാലിന്യത്തെ മാറ്റലും, 2 മനോനിയന്ത്രണവും. അപ്പോൾ ഉപവാസവും ആരോഗ്യവും എന്ന ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൽ പ്രധാനമായിട്ട് 3 ഭാഗമാണ്. എന്താണ് ആരോഗ്യം, എന്താണ് ഉപവാസം, എന്തിനാണ് ഞാൻ ഉപവസിക്കേണ്ടത്. ഈ 3 കാര്യങ്ങൾ അതിലൂടെ പെട്ടെന്ന് ഒന്ന് കടന്നു പോകാം. അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ നിർവചനം അനുസരിച്ചിട്ട് ഇപ്പോൾ കുറേ നിർവചനങ്ങളുണ്ട്. അപ്പോൾ അതിൽ ശാരീരികവും മാനസികവും വൈകാരികവും ഇപ്പോൾ ആധ്യാത്മികവും അങ്ങനെ വിവിധ തലങ്ങളിലുള്ള സമഗ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് കേവലം രോഗമില്ലാത്ത അവസ്ഥയല്ല എന്നാണ് ഉറപ്പിച്ച് പറയുന്നത്. ഇതെല്ലാവർക്കും അനുഭവമാണ്. അപ്പം സാധാരണ രോഗികൾ വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമലായിരിക്കും, സ്കാനിങ് നോർമലായിരിക്കും, വർഷാവർഷം എല്ലാ ടെസ്റ്റും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ മോർബിഡിറ്റി എന്ന് പറയും, സുഖമില്ലാത്തൊരവസ്ഥ. അപ്പോൾ അത് ആരോഗ്യം എന്ന് പറയാമോ? അതായത് അപ്പോൾ നോക്കുമ്പോൾ രോഗമില്ല, പക്ഷേ ആരോഗ്യമല്ല. അപ്പോൾ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇപ്പോൾ കാശ്യപ സംഹിത എന്നുള്ള ഗ്രന്ഥത്തിൽ ഒരു 14 ലക്ഷണം പറയുന്നുണ്ട്. എന്താണ് നമ്മൾ ആരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതിൽ പറയണത് അന്നാഭിലാഷം. അതായത് എന്താണ് ആരോഗ്യ ലക്ഷണം എന്ന് ചോദിക്കുമ്പോൾ പനിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വിശപ്പുണ്ടാവില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം, അത് ദഹനത്തിൻ്റെ സുസ്ഥിതിയെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഇനി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പരിപാകം, അത് വയറുവേദനയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഇപ്പം ഗ്രഹണിയുള്ള ആളുകളുടെ പോലെ ടോയ്ലറ്റിൽ പോകാൻ തോന്നാണ്ടിരിക്കുക. അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ സുഖമായിട്ട് അത് പരിണമിക്കുക, അത് ആരോഗ്യലക്ഷണമാണ്. പിന്നെ സൃഷ്ടവിമൂത്രവാദത്വം എന്ന് പറയും. ഇത് മലവും മൂത്രവും അധോവായുവും എല്ലാം ക്രമമായിട്ട് പോവുക. അപ്പോൾ ഇത് പോവാത്ത ആളുകൾക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുക. അപ്പം ഇപ്പോൾ അധോവാദം ദുർഗന്ധവും ശബ്ദവും ഇല്ലാതെ സ്വാഭാവികമായിട്ട് ബഹിർനിർഗമിക്കുന്ന ആളുകൾ അറിയണില്ല. യഥാർത്ഥത്തിൽ അർശസ്സുള്ള രോഗികൾക്ക് ഈ വാദം കൃത്യമായി നിർവഹിക്കാതെ വരുമ്പോൾ വയറുവീർപ്പും ഏമ്പക്കവും ഒക്കെ വരുമ്പോഴാണ് അതൊരു രോഗലക്ഷണമായിട്ട് വരിക. അപ്പോൾ ആരോഗ്യലക്ഷണം എന്ന് പറയുന്നത് ഈ സൃഷ്ടവിമൂത്രവാദത്വം, മലങ്ങളെല്ലാം യഥാപടി ഒരു ബുദ്ധിമുട്ടില്ലാതെ നിർവഹിക്കാൻ സാധിക്കുക. ശരീരസ്യ ലാഘവം, അത് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു കുറച്ച് നേരം കൊണ്ട് കിടക്കണം തോന്നാണ്ടിരിക്കുക. അതായത് വളരെ ലൈറ്റായിട്ട് ശരീരത്തിന് സുഖം അനുഭവപ്പെടുക, അത് ഒരു ആരോഗ്യത്തിൻ്റെ പ്രധാന ലക്ഷണമാണ്. അതുപോലെ സുപ്രസന്നേന്ദ്രിയത്വം എന്ന് പറയും. അതായത് എല്ലാ ഇന്ദ്രിയങ്ങളും, ഇപ്പം ഓടാനും ചാടാനും പറ്റുക, കാഴ്ച, കേൾവി, അതായത് ഒരു ആവരണം ഇല്ലാണ്ട് നമുക്ക് വളരെ വ്യക്തമായും തെളിമയായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുക. അതുപോലെ സുഖസ്വപ്ന പ്രബോധനം, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുക, സുഖമായിട്ട് ഉണർന്നെണീക്കാൻ പറ്റുക, ഇതെല്ലാം ആരോഗ്യത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. പിന്നെ ഇപ്പോൾ ഓരോ രോഗം നോക്കുമ്പോൾ അറിയാം, ചില രോഗങ്ങളിൽ ഇതെല്ലാം ആയിരിക്കും തടയപ്പെടുക. അതുപോലെ ബലവർണ്ണ ആയുഷങ്ങൾ, നല്ല ബലം ഉണ്ടായിരിക്കുക, നിറത്തിന് ഇപ്പോൾ കരിവാളിപ്പോ അല്ലെങ്കിൽ ചുവപ്പോ ഒന്നുമില്ലാതെ നല്ല ശോഭയോടുകൂടിയിരിക്കുക, ആയുസ് അതിൻ്റെ വിധിച്ചിട്ടുള്ള ആയുസ് മുഴുവൻ ആരോഗ്യത്തോടുകൂടി ഇരിക്കുക. അതുപോലെ സൗമനസ്യം എന്ന് പറയുമ്പം മനസ്സ് വളരെ സ്വസ്ഥമായിട്ടിരിക്കുക. അപ്പോൾ ശരീരവും മനസ്സും തമ്മിൽ എന്താ പറയുക, പരസ്പര പൂരകങ്ങളാണ്. ശരീരത്തിൻ്റെ രോഗങ്ങൾ മനസ്സിനെയും, മനസ്സിൻ്റെ രോഗങ്ങൾ ശരീരത്തെയും ബാധിക്കും. അപ്പോൾ മനസ്സ് വളരെ പ്രസന്നമായിട്ടിരിക്കുക. സമാഗ്നി എന്ന് വെച്ചാൽ വിപരീതം എന്ന് പറഞ്ഞാൽ വിഷമാഗ്നിയാണ്. അത് ചിലപ്പോൾ വിശക്കും, ചിലപ്പോൾ വിശക്കില്ല. അങ്ങനെ ഒരു അസ്ഥിരത്വം ഇല്ലാണ്ട് കൃത്യമായ സമയങ്ങളിൽ വിശപ്പുണ്ടാവുക, അതായത് അഗ്നി സമമായിട്ടിരിക്കുക. ഇതൊക്കെയാണ് ശരിക്കും ആരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഈ ലക്ഷണം ഓരോരുത്തർക്കും ഉണ്ടോ എന്ന് അന്വേഷിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഉപവാസം, ഈ യജ്ഞം എന്ന് തന്നെ പറയാം, ഇതിൻ്റെ അവസാനത്തിൽ നമുക്ക് ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ക്രോസ് ചെക്ക് ചെയ്യാം. ശരിക്കും ഈ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യവാന്മാരാണ് എന്ന് പറയാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ എന്തിനാണ് നമ്മൾ ഈ ആരോഗ്യം നോക്കുന്നത്? സ്വാമിജി പറഞ്ഞു, ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ സാധനങ്ങൾ ചെയ്യണമെങ്കിലും പ്രവൃത്തി ചെയ്യുന്നെങ്കിലും. അപ്പോൾ എല്ലാത്തിനും ഉപേക്ഷിച്ച് സർവമന്നിൽ പരിത്യജ്യ ശരീരത്തെ പരിപാലിക്കാനാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഈ ശരീരത്തെ പരിപാലിക്കേണ്ടത് കൊണ്ട് നമുക്ക് സ്വസ്ഥമായ മനസ്സുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞു, ശരീരത്തിൻ്റെ ആരോഗ്യം വരുമ്പോൾ മനസ്സിൻ്റെ ആരോഗ്യം വരും, തിരിച്ചും അങ്ങനെ തന്നെ. അപ്പം ആഹാരത്തിൽ തന്നെയാണ് നമ്മുടെ ശരീരം ഉണ്ടാവണേ.
ആരോഗ്യത്തിൽ ആഹാരത്തിൽ നിന്നാണ് മനസ്സുണ്ടാവണേന്ന് പറയണത് ആയുർവേദ ഗ്രന്ഥങ്ങളിലല്ല, അത് ചാന്തോഗ്യോപനിഷത്തിലാണ് പറയണത്. അപ്പം അതിൽ ഒരു ഒരു ചെറിയൊരു കഥയായിട്ടുണ്ട്. അതായത് ആരുണി ശ്വേതകേതുവിനോട് പറയുകയാണ് 16 കലകളാണുള്ളത്, 15 ദിവസം ഉപവസിക്കാം, 16ാമത്തെ ദിവസം ഉപവസിച്ചാൽ മരണം നിശ്ചയമാണ്, അതുകൊണ്ട് ഉപവസിക്കാൻ പറഞ്ഞു. അപ്പോൾ 15 ദിവസമായപ്പോഴേക്കും ഉപവസിച്ചിട്ട് പഠിച്ച എല്ലാ മന്ത്രങ്ങളെല്ലാം മറന്നുപോയി. അപ്പോൾ 16ാമത്തെ ദിവസം ഈ ഭക്ഷണം കൊടുക്കുകയും ഭക്ഷണം കൊടുത്ത് ക്ഷീണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാം സ്മരണയും തിരിച്ചു വന്നു. അപ്പോൾ പറയുകയാണ്, ഈ മനസ്സ് അന്നം കൊണ്ടാണ്, മനസ്സിലാണ് ഈ നമ്മുടെ സ്മൃതിയും എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ആഹാരവും മനസ്സും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലാണ് പറയണത്, ചാന്തോഗ്യോപനിഷത്തിലാണ് പറയുന്നത്, ആഹാരത്തിൻ്റെ സ്ഥൂലമായ ഭാഗം ശരീരമായിട്ടും അതിൻ്റെ സൂക്ഷ്മമായ ഭാഗമാണ് മനസ്സ് എന്ന് പറയുന്നത് ഉപനിഷത്തിലാണ്. ആയുർവേദ ശാസ്ത്രത്തിൽ അങ്ങനെ മനസ്സ് ദ്രവ്യമായിട്ട് കണക്കാക്കിയതുകൊണ്ട് അങ്ങനെയല്ല പറയുന്നത്. എങ്കിലും ഈ തപ്താജ്യ ഘടം പോലെ, അതായത് ചൂടുള്ള പാത്രത്തിൽ നെയ്യ് ഒഴിച്ചാൽ നെയ്യ് ചൂടാവുന്നത് പോലെ, അല്ലെങ്കിൽ ചൂടായ നെയ്യ് പാത്രത്തിൽ ഒഴിച്ചാൽ പാത്രം ചൂടാവുന്നത് പോലെ ഉള്ളൊരു ബന്ധമാണ് ശരീരവും മനസ്സും തമ്മിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ മാനസികാരോഗ്യവും അതിൻ്റെ കൂടെ തന്നെ വന്നോളും. അപ്പോൾ നമ്മളിപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പം ഈ ആഹാര സംഭവം വസ്തു രോഗാശ്ച ആഹാര സംഭവം എന്നാണ്. അതായത് രോഗം ഉണ്ടാവുന്നതും ആരോഗ്യം ഉണ്ടാവുന്നതും ആഹാരത്തിൽ നിന്നാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അപ്പം നമ്മുടെ ഒരു 3000 BC എഴുതിയിട്ടുള്ള നമ്മുടെ ചരക സംഹിതയിൽ അതിലെപ്പോഴും സംശയങ്ങൾ നിറയെ ചർച്ചകളാണ്. ശിഷ്യനും ഗുരുക്കന്മാർ ചർച്ചകളിൽ ഈ മാതാവിൽ നിന്നാണോ, മാതൃജമാണോ, രസജമാണോ, പിതൃജം അല്ലെങ്കിൽ സത്വജം, സാത്മജം എന്ന് പറഞ്ഞിട്ട് എന്തിൽ നിന്നാണ് രോഗമുണ്ടാകുന്നതെന്ന് ചർച്ചയാണ്. അപ്പോൾ ഓരോരുത്തർ പറയുന്നു, മറ്റാളത് ഖണ്ഡിക്കുന്നു. അവസാനം അത്രയും ഉറപ്പിച്ച് പറയുകയാണ്, ഇതിൽ നിന്നൊന്നുമല്ല, യഥാർത്ഥത്തിൽ ആഹാരത്തിൽ നിന്നാണ്. അതായത് രോഗത്തിനും ആരോഗ്യത്തിനും കാരണം ആഹാരം തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം തന്നെ എങ്ങനെയാണ് രണ്ടും ദ്വന്ദ്ങ്ങൾക്ക് ഹേതുവാകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹിതവും മിതവുമായിട്ടുള്ള ആഹാരം ആരോഗ്യത്തിനും വിപരീതമായിട്ടുള്ള ആഹാരം രോഗത്തിനും കാരണമാകുന്നു. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇനി ഹിതമായ ആഹാരം, അപ്പോൾ ഉപവാസത്തേക്ക് പറഞ്ഞതിന് മുമ്പ് എന്തിനാണ് ഉപവസിക്കുന്നതെന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ ഉപവാസത്തേക്ക് നയിക്കുന്ന ഹേതു എന്നറിയണം. അതുകൊണ്ടാണ് ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എങ്ങനെയുള്ള ആഹാരമാണ് ശരിക്കും നമുക്ക് ആരോഗ്യത്തിന് എന്ന് വെച്ചാൽ വേണ്ട വിധത്തിൽ, വേണ്ട സമയത്ത്, വേണ്ട അളവിൽ ഒക്കെ കഴിക്കുന്ന ഭക്ഷണം. ഇനി ആഹാരത്തിൽ ഇത്ര നിഷ്കർഷം വച്ചാൽ തന്നെ അത് ശരീരത്തിൽ ചെന്ന് വേണ്ടത് ദഹിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ പറയേണ്ട ആഹാര പരിണാമകര ഭാവങ്ങളിൽ, അതായത് അഗ്നിഭാഗത്തിന് വേണം, വായുഭാഗത്തിന് വേണം. അതിന് എപ്പോഴും നമ്മൾ ഉദാഹരണം പറയാം, ഇപ്പം നമ്മൾ അടുപ്പിലൊരു പാകം ചെയ്യുന്ന ആഹാരം പോലെ. അതായത് നമ്മളൊരു അരിപ്പൊടി കൊണ്ടൊരു പുട്ടുണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ അഗ്നി വേണം. അപ്പോൾ വായുവിൻ്റെ അഗ്നിസഹനാണ് വായു. നമ്മൾ തീ ഊതുമ്പോഴാണ് അഗ്നി ആളിപ്പിടിക്കുന്നത്. അപ്പോൾ തീ കത്തിച്ചു. അതിനുശേഷം നമ്മൾ ഈ അരിപ്പൊടിയിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട്, അതായത് ക്ലേദം, അതായത് ഒരു ആഹാരം പചിക്കണമെങ്കിൽ അതിൽ ആവശ്യത്തിന് ജലാംശം ചേർന്ന് പിന്നെ അത് അഗ്നിയിൽ വയ്ക്കുമ്പോഴാണ് വേണ്ട രീതിയിൽ പാകപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പോൾ നമ്മൾ എത്ര നല്ല ആഹാരം, സമീകൃതമായ ആഹാരം തിരഞ്ഞെടുത്തു, വേണ്ട വിധത്തിൽ ചിട്ടയായിട്ട് കഴിച്ചു, സമയത്തിന് കഴിച്ചു, ഒക്കെ ചെയ്താലും ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള ഈ ഭാവങ്ങൾ, അതായത് ഈ ദഹനത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ അനുകൂലമല്ലെങ്കിൽ അപ്പോഴും ആഹാരം ആരോഗ്യത്തിനായിട്ട് പ്രയോജനപ്പെടില്ല. പിന്നെ അതിൽ തന്നെ ഇനി വളരെ സമ്പുഷ്ടമായ ആഹാരം കഴിച്ചു, നമ്മുടെ അഗ്നി എല്ലാം ഓക്കെയാണ്, നന്നായിട്ട് ദഹിക്കാൻ സമർത്ഥമാണ് എങ്കിലും സൗമനസ്യം, ഇപ്പം മനസ്സ് അനുകൂലമല്ലെങ്കിൽ, ഇപ്പോൾ പറയും ഉപതപ്തേന ഭുക്തം ജ, അതായത് കഴിച്ച ആഹാരം ശോകം, ഭയം, ക്രോധം. അപ്പം നമുക്കറിയാം, വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന തീവ്രവ്യാധിയിൽ വിശപ്പുണ്ടാവില്ല, കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ഉള്ള കൊളസ്ട്രോള്, ഇപ്പോൾ എല്ലാവർക്കും ട്രൈഗ്ലിസറൈഡ് കൂടുന്നു, അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവുന്നു എന്നൊക്കെ പറയുമ്പം ബേസിക്കലി ആഹാരത്തിൻ്റെ പുഷ്ടിയുണ്ട്, ദഹനത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ഒപ്പം നിൽക്കുന്നതാണ് ഇന്നത്തെ സ്ട്രെസ്സിൻ്റെ ഫാക്ടർ. അപ്പോൾ ഇതെല്ലാം അനുകൂലമായാലാണ് ഈ ആഹാരം വേണ്ട രീതിയിൽ പചിച്ച് ശരീരത്തിലെല്ലാം വ്യാപിച്ച്. ഇപ്പോൾ ചെറിയ ഇപ്പം നമ്മൾ പാടത്ത് കൃഷി ചെയ്യുമ്പം
വെള്ളം തുറന്നു വിടുന്ന പോലെ ആ വെള്ളം ആഹാരരസം വേണ്ട രീതിയിൽ എല്ലാ കോശങ്ങളിലേക്ക് എത്തി അത് പരിപൂർണമായിട്ട് അതിന് വളർച്ച ഉണ്ടാവും. അപ്പോഴാണ് അതിന് ആരോഗ്യമായിട്ട് വരുന്നത്. ഇനി ഇത് വിപരീതമായിട്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ആഹാരത്തിന് കുറേ ദോഷങ്ങൾ വരാം. ഇപ്പം അശനദോഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പുണ്ട്. അതായത് ആഹാരം നല്ലതാണ്, നമുക്ക് ദഹനമുണ്ട്, പക്ഷേ നമ്മുടെ അശനദോഷം ഇപ്പോൾ ധാരാളമായിട്ട് കാണുന്നതാണ്. സമാശനം എന്ന് പറയും. അതായത് എന്താ ദഹിക്കാത്തതും. അതായത് ഇപ്പം നമ്മൾ സമീകൃത ആഹാരം അല്ലെങ്കിൽ നല്ല ഇത്രയും കണ്ടന്റ് വേണം, വലിയ ആഹാരമാണെന്ന് സങ്കല്പിച്ചിട്ട് ഇപ്പം മൾട്ടിഗ്രെയിൻസ്, പല ടൈപ്പുള്ള ഗ്രെയിനുകൾ, അതായത് ഇപ്പം അവലിൻ്റെ ദഹനമല്ല മലരിന്, ചെറുപയറിൻ്റെ ദഹനമല്ല വൻപയറിന്. അപ്പം ഒരേ സമയം ഇപ്പോൾ അതുപോലെ അതിൻ്റെ കൂടെ മത്സ്യമാംസങ്ങൾ കൂടെ കഴിക്കുക, അതുപോലെ അങ്ങനെ പല അളവിലുള്ള ദഹനമുള്ള സാധനങ്ങൾ കൂട്ടി കഴിക്കുക. പിന്നെ കഴിച്ചതിൻ്റെ വീതം പിന്നെയും കഴിക്കുക. ഇപ്പോൾ പണ്ടുള്ള കാരണന്മാരൊക്കെ ഇപ്പോൾ വീട്ടിൽ തന്നെ അച്ഛനൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു പലഹാരം കൊണ്ടുകൊടുത്താൽ അതപ്പം കഴിക്കില്ല, അത് എടുത്തു വെച്ച് അടുത്ത ആഹാരകാലത്തിൻ്റെ കൂടെ കഴിക്കുക എന്നുള്ളതാണ്. അതൊരു ചിട്ടയാണ്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഒന്ന് കഴിച്ച് ഇപ്പോൾ നമ്മൾ മിക്സിയിൽ അരയ്ക്കും പറയാം, പകുതി അരച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ പിന്നെ ദഹിക്കാത്ത സാധനം ഇതിനെ പകുതി അരിഞ്ഞു കഴിയുമ്പോൾ വേറെ കൊണ്ടിടില്ല. കാരണം നമുക്കറിയാം പകുതി അരിഞ്ഞതും ഇതും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അര ശരിയാവില്ല. അതുപോലെ തന്നെ അരി അടപ്പത്തിടുമ്പോൾ പകുതി വെന്ത് കഴിയുമ്പം എന്നാൽ കുറച്ചും കൂടി അരിയിടാം നമ്മൾ വിചാരിക്കില്ല. പക്ഷേ വയറിൻ്റെ കാര്യത്തിൽ മാത്രം ഈ ശ്രദ്ധയില്ലാത്തതുകൊണ്ട് അതാണ് ഇന്നത്തെ ഏറ്റവും അലർജി, തുമ്മൽ, ധാരാളം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദഹിച്ചതും ദഹിക്കാത്തതും എല്ലാം കൂടി മിക്സ് ആവുക. അപ്പം അങ്ങനെ വരുമ്പോഴും ഈ അശനദോഷങ്ങൾ. അതുപോലെ രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോകേണ്ടത് കൊണ്ട് ദഹനത്തെ നോക്കാതെ, വിശപ്പിനെ നോക്കാതെ പിന്നെയും കഴിക്കുക. അപ്പോഴും അതെ, പകുതി ദഹനം പൂർത്തിയായിട്ടുള്ള ആഹാരത്തിൻ്റെ കൂടെ ഇതും ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ ആഹാരം കഴിച്ച് ദഹിച്ച് അതിൻ്റെ സാരങ്ങൾ നമ്മുടെ എല്ലാ ശരീരത്തിലേക്ക് എത്തണം. ഇങ്ങനത്തെ നമ്മുടെ ചാനൽ പോലെ, നമ്മളൊരു സർക്യൂട്ട് പോലെയോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ എന്താ പറയുക പൈപ്പുകൾ പോലെ. അപ്പോൾ ഈ പൈപ്പുകൾ ധാരാളം പല സ്ഥലത്തേക്കും വെള്ളം എത്തിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് എങ്ങനെയെങ്കിലുമൊക്കെ ബ്ലോക്ക് വന്നാൽ, ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്തിട്ട് കാര്യമില്ല, വെള്ളം റിസീവ് ചെയ്യാൻ വീട്ടിൽ പൈപ്പ് തുറന്നിട്ട് കാര്യമില്ല, പോണ വഴിക്കുള്ള പൈപ്പിൽ എവിടെയെങ്കിലും തടസ്സം വരിക, അത് പൊട്ടുക ചെയ്താൽ ഈ പറഞ്ഞ പോലെ വെള്ളം എത്തില്ല. അപ്പോൾ കൃഷി ഉണങ്ങിപ്പോവും. അപ്പോൾ ആ അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പല പറയും എന്താ പറയുക, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ആളുകളിൽ പോലും ഡീജനറേറ്റീവ് ഡിസീസാണ് ഏറ്റവും കൂടുതൽ. അതായത് ഇപ്പോൾ കഴുത്ത്, ഒരു 30-35 വയസ്സ് സ്ത്രീകളിൽ തന്നെ കഴുത്തിലെ എല്ല് നോക്കുമ്പം തേയ്മാനം വരുന്നു, ജോയിൻ്റ് തേയ്മാനം വരിക, അങ്ങനെ കുറേ ഡീജനറേറ്റീവ് ഡിസീസ് വരാൻ പ്രധാന കാരണം പോഷണത്തിൻ്റെ കുറവല്ല, അത് വേണ്ട രീതിയിൽ എത്തിച്ചേരുന്നില്ല. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് പറയാം. പിന്നെ വിരുദ്ധാഹാരങ്ങൾ എന്ന് പറയുമ്പം ഇപ്പം ചിലർ പറയും മാംസാഹാരവും തൈരും, അങ്ങനെ വസ്തുക്കൾ മാത്രമുള്ളതല്ല, കാലം തെറ്റി കഴിക്കുക, അപ്പം സമയം തെറ്റി കഴിക്കുക. അതുപോലെ ഇപ്പം അറേബ്യൻ രാജ്യങ്ങളിലുള്ള ഇപ്പോൾ ആൾക്കാർ പറയുന്ന കുൽമന്തി പോലെ നമ്മുടെ ഈ ദേശത്തിന് വിരുദ്ധമാണത്. അതുപോലെ മഴക്കാലത്ത് വല്ലാണ്ട് മധുരം കഴിക്കുക, വേനൽക്കാലത്ത് എരിവ് കഴിക്കുക, അത് കാലവിരുദ്ധമാണ്. അങ്ങനെ ഒരുപാട് വിരുദ്ധങ്ങളുണ്ട്. ഇപ്പോൾ തേനും നെയ്യും ചേർത്ത് കഴിക്കരുതെന്ന് പറയും, മാത്ര വിരുദ്ധമാണ്. അപ്പോൾ ഒരുപാട് വിരുദ്ധങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനത്തെ വിരുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഒരു ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ ശരീരത്തിൻ്റെ സ്വഭാവമുണ്ട്, അത് ഛർദ്ദിച്ചോ വയറിളകിയോ പുറന്തള്ളുക എന്നുള്ള സ്വഭാവമുണ്ട്. പക്ഷേ വിരുദ്ധത്തിൻ്റെ സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ലോ പോയ്സണിങ് പോലെയാണ്, പണ്ട് വിഷകന്യൊക്കെ ഉണ്ടാക്കിയ പോലെയാണ്. ചെറിയ അളവിൽ വിഷം സേവിപ്പിച്ച് പിന്നെ പണ്ട് രാജാക്കന്മാരെയൊക്കെ വധിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ആ അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിന്. ചെറിയ അളവിൽ ഉള്ള വിരുദ്ധങ്ങൾ. നമ്മൾ മോരേറി വയ്ക്കുമ്പോൾ തൈര് ചൂടാക്കി, മോരാക്കുന്നില്ല, തൈര് ചൂടാക്കി മോരേറി ഉണ്ടാക്കും. തൈര് ചൂടാക്കാൻ പാടില്ല. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ഈ മോരേറി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ ചേഞ്ചുകൾ വരുമ്പോൾ ഈ വിരുദ്ധ ആഹാരങ്ങൾ ആണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്നോ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഡിസീസ്, അങ്ങനെ ഒരുപാട് ഡിസീസുകൾക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ വിദാഹി, ഇപ്പോൾ കഴിക്കുന്ന ആഹാരങ്ങൾ, പുളിച്ച് കെട്ടുന്ന ആഹാരങ്ങൾ, അധികമായിട്ട് പുളിപ്പിച്ച സ്വാദ് മാത്രം നോക്കുന്നത് കൊണ്ട്, അതുപോലെ വിഷസ്വഭാവമുള്ള ആഹാരങ്ങൾ, മദ്യം അല്ലെങ്കിൽ ഡ്രഗ്സ്, അല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ പല ചേർക്കണ പ്രിസർവേറ്റീവ്സ്. അപ്പോൾ വിഷസ്വഭാവമുള്ളതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ അഗ്നിയിൽ സർട്ടിഫൈ ചെയ്ത സാധനങ്ങൾ മാത്രമാണ്
ശരീരത്തിലേക്ക് എത്തുള്ളൂ. ഇപ്പം നമ്മൾ ആഹാരം കഴിക്കുന്നു, അഗ്നിയെ പചിപ്പിക്കുന്നു, എല്ലാത്തിനെ പുറന്തള്ളുന്നു. അങ്ങനെ വരുമ്പോൾ ശരീരത്തിന് വേണ്ട വൈറ്റമിൻ ഡി ആയാലും വൈറ്റമിൻ B12, അതുപോലെ പല മൈക്രോ ന്യൂട്രിയൻസ്, ഇതെല്ലാം ശരീരത്തിന് കിട്ടുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് എന്ന് പറയുന്നത് ഇതെല്ലാം ആൾക്കാർ ഓൺലൈൻ ഷോപ്പിൽ പോയിട്ട് മൾട്ടിവിറ്റമിൻ ടാബ്ലറ്റ് എടുക്കുന്നു, വൈറ്റമിൻ ഡി എടുക്കുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ബോഡിക്ക് സപ്ലൈ ചെയ്യുമ്പം യഥാർത്ഥത്തിൽ ക്യാൻസർസ് ആണെന്ന് പോലും ഒരു റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഈ മൈക്രോ ന്യൂട്രിയൻസ്, ഇപ്പം 90 വയസ്സായ നമ്മുടെ വീട്ടിലെ അച്ഛമ്മയോ മുത്തശ്ശിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഒന്നിൻ്റെയും ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ 5 വയസ്സായ കുട്ടിക്ക് വൈറ്റമിൻ ഡി ചിലപ്പോൾ 5-ൽ താഴെയാണ്, 3 അല്ലെങ്കിൽ 1. അപ്പോൾ 30-60 ഇടയ്ക്കാണ്, 60ൻ്റെ മുകളിൽ വരേണ്ട സാധനമാണ്. എല്ലാവർക്കും വൈറ്റമിൻ ഡി സപ്ലിമെൻ്റാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ചാനലുകൾ ദഹനം ശരിയാവുന്നില്ല, ദഹിച്ചു കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ എത്തുന്നില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ദഹിക്കാത്തതും നമ്മൾ ക്ലേദം ഉണ്ടാക്കുന്നതെന്ന് പറയും. ക്ലേദം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ തൈര് 2 ദിവസം പഴകിയ തൈര് എടുത്താൽ ഉദാഹരണമാണ്, വല്ലാണ്ട് നുലവ് കെട്ടി പശവായി ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവം. നമ്മൾ ഉഴുന്നരച്ചിട്ട് കാണുന്ന പോലെ. അപ്പോൾ ഉഴുന്നൊക്കെ ഇങ്ങനത്തെ ക്ലേദം ഉണ്ടാക്കണമെന്ന് പറയും. അതായത് നമ്മൾ സങ്കല്പിച്ചാൽ മതി ഒരു പൈപ്പ്, ആ പൈപ്പിൻ്റെ ഉള്ളിൽ ഇപ്പം എന്തെങ്കിലും ഇപ്പം നമ്മൾ അടുക്കളയിലത്തെ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഇടയ്ക്ക് ക്ലിയർ ആക്കാറുള്ളതാണല്ലോ, ചൂടുവെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ. കാരണം സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ഇതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടും. പ്ലസ് നമ്മൾ കഴിക്കുന്ന ഈ ആഹാരത്തിൻ്റെ അപത്യങ്ങൾ ഉണ്ടാകുന്ന വേണ്ട ഇത് ദഹിക്കാത്തത് കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ വേറെ. ക്ലേദം എന്നുള്ള ഒരു വാക്കിലാണ് നമ്മുടെ ഇത് സ്വസപ്ഞകൾ എന്ന് പറയും. ചില വാക്കുകളുണ്ട് നമ്മുടെ ഈ ആയുർവേദ ശാസ്ത്രത്തിൽ മാത്രം ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടെ ദോഷം എന്ന് പറയുന്നത് പുറത്ത് പറയുന്ന ദോഷം എന്നുള്ള അർത്ഥത്തിലല്ല. അതുപോലെ തന്നെ ചില വാക്കുകളാണ്. അത് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ അല്പം ചൂടാക്കിയ നെയ്യ് പോലെ. അതായത് ഇപ്പോൾ നമ്മുടെ കണ്ണിൽ ചെറിയൊരു നനവ്, അല്ലെങ്കിൽ മൂക്കിൻ്റെ ഉള്ളിൽ നനവ് ഇല്ലെങ്കിൽ നമ്മളറിയും. അപ്പോൾ പനിയൊക്കെ വരുമ്പോൾ മൂക്കൊക്കെ ഡ്രൈ ആയി കഴിയുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും, ഒരു നനവുണ്ടായിരുന്നല്ലോ എന്ന്. സ്വാഭാവികമായിട്ട് ആരോഗ്യ ലക്ഷണം എന്ന് പറയുന്നത് നാക്കുണങ്ങില്ല, കണ്ണുണങ്ങില്ല. ഇതിപ്പോൾ കണ്ണിൽ ഡ്രോപ്സ്, മൂക്കിൽ ഡ്രോപ്സ് ഒക്കെ ഒഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിറുകയിൽ എണ്ണ വയ്ക്കുന്നു. കൃത്യമായിട്ട് ഈ ചാനലുകളെല്ലാം ക്ലിയർ ആവുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പോഷണം കൃത്യമായിട്ട് എത്തുന്നു. ഇതിന് വിപരീതമായിട്ട് സ്രോതസ്സുകളെല്ലാം അടഞ്ഞ്, ഉദാഹരണം പറയണത് ഏറ്റവും ആഹാരം കഴിക്കണതെല്ലാം സന്ദർപ്പണം പോഷണമുള്ള ആഹാരമാണെങ്കിലും ഇപ്പോൾ ഗർഭിണികളിൽ പറയും, അതായത് അമ്മയ്ക്ക് ചിലപ്പം ഗർഭകാലത്ത് ആഹാരവും പോഷണമെല്ലാം കഴിഞ്ഞിട്ട് ഒരു 10-15 കിലോ അമ്മയ്ക്ക് വർദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ ജനിച്ചു വന്ന കുട്ടി 1.5 കിലോൻ്റെ താഴെയോ, അതായത് ICUവിൽ നിയോനാറ്റൽ ICUവിൽ വയ്ക്കേണ്ട സ്ഥിതിയിൽ തീരെ മെലിഞ്ഞത്. അപ്പോൾ നോക്കുമ്പോൾ പോഷണത്തിൻ്റെ കുറവല്ല, ആ പോഷണം കഴിഞ്ഞ് കുട്ടിക്ക് സ്വീകരിക്കാനുള്ള കുറവുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മോട്ടർ അടിച്ച് അവിടുന്ന് ടാങ്കിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്നു, തെങ്ങും ആരോഗ്യമുണ്ട്. പക്ഷേ ആ പോകുന്ന വഴിയിൽ നിറയെ കരിയിലകളെയോ അല്ലെങ്കിൽ തോടിന് വീതി കുറവോ അല്ലെങ്കിൽ കരിയിലയോ ഉണങ്ങി പൊട്ടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും മോട്ടർ അടിച്ചുകൊണ്ടിരുന്നാലും തെങ്ങ് ഉണങ്ങിപ്പോവും, നമ്മുടെ വിള ഉണങ്ങിപ്പോവും. അതേ അവസ്ഥയിലാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഈ സ്രോതസ്സുകളുടെ അപ്പോൾ ഉപശുഷ്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ആയിട്ടുള്ള കുട്ടികൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. കാരണം രക്തക്കുഴലുകളുടെ ഇപ്പോൾ എല്ലാവരുടെയും കാലിൽ വെരിക്കോസാണ്. പണ്ട് രാജാക്കന്മാർക്കും ഒക്കെ വരുന്നു പറയുന്ന ഒരു രോഗമായിരുന്നു അത്. കാരണം സ്ഥിരമായിട്ട് വ്യായാമമില്ലാണ്ട് തൂക്കിയിട്ട് ഇരിക്കുക എന്നുള്ള സമ്പ്രദായം സാധാരണക്കാർക്കില്ലായിരുന്നല്ലോ. ഇപ്പം അങ്ങനെ വരുന്നു. ഒപ്പം തന്നെ ഈ എന്താ പറയുക, ആഹാരത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് സ്രോതസ്സുകൾ അടയുന്നു. ഞാൻ ഈ പൈപ്പ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും നമ്മുടെ ശരീരം സ്രോതോമയം ശരീരം എന്ന് പറയാം. ഇത് മനസ്സിനൊരു സ്രോതസ് എന്ന് തന്നെയാണ് ആയുർവേദത്തിൽ പറഞ്ഞത്, മനോഹ സ്രോതസ്. പക്ഷേ നഗ്നേത്രം കൊണ്ട് കാണാൻ പറ്റില്ല, അനുഭവം കൊണ്ടാണ്. ഊർജ്ജ സ്രോതസ്സുകളുണ്ട്. അതുപോലെ ഓരോ സൂക്ഷിച്ച് നോക്കി, ഇപ്പം വെരിക്കോസുള്ള ആളുകൾക്ക് നോക്കി അറിയാം, ചെറിയ 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 ഞരമ്പുകൾ, ഇതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ എവിടെയെങ്കിലും ബ്ലോക്ക് ആകുമ്പോഴാണ് അത് പ്രൊമിനൻ്റ് ആയിട്ട് വരുന്നത്. ഹൃദയത്തിലുണ്ട്. അപ്പം ശരീരം മുഴുവൻ സ്രോതസ്സോട് വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഈ സ്രോതസ്സുകളുടെ സൗഷ്ഠവം, ഇപ്പോൾ സുഖം എന്ന വാക്കിൻ്റെ അർത്ഥം സുഖസപ്ഞകം ആരോഗ്യം എന്ന് പറയാം. ആരോഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമാണ്. അല്ല ഘം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്രോതസ്സാണ്. സ്രോതസ്സുകൾക്ക് തെളിവായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഘം എന്നുള്ള വാക്കിന് ആകാശം എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ സ്പേസ്, അപ്പോൾ ഈ രസവും രക്തം, നമ്മുടെ സപ്തധാതുക്കൾ എന്ന് ആയുർവേദത്തിൽ പറയാം. അപ്പോൾ കഴിച്ച ആഹാരം രസമായിട്ട്, രക്തമായിട്ട്, മാംസമായിട്ട്, ഇല്ല ഓരോന്നിനും ഓരോ സ്രോതസ്സുകളുണ്ട്. അപ്പോൾ ഈ സ്രോതസ്സുകൾ നല്ല ആരോഗ്യമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിൽ കൂടെ പോകുന്ന
ഈ പറഞ്ഞിട്ടുള്ള ധാതുക്കൾ കൃത്യമായ സ്ഥലങ്ങളിലെത്തി പോഷിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ദോഷോപലിപ്ത വദനാഹ എന്ന് പറയാം. അപ്പം പറയും ഞാൻ വളരെ ചിട്ടയായിട്ട് ആഹാരം കഴിക്കണം, വ്യായാമം ചെയ്യുന്നു, അങ്ങനെയാണെങ്കിലും പിന്നെ എനിക്ക് രോഗത്തിന് സാധ്യതയുണ്ടോ, എനിക്ക് ഉപവാസം വേണോ, അല്ലെങ്കിൽ ശോധനക്രിയ വേണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് പറയാറുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രമാത് അപങ്ക്യാഭിമണവും, അതായത് വളരെ ശുദ്ധമായ ജലത്തിൽ വളരെ ശുദ്ധമായ ഒരു രത്നം തന്നെ ഇട്ടു എന്ന് വിചാരിക്കുക. അത് കുറച്ചാൾ കഴിയുമ്പോൾ അതിൽ പാഴി പിടിക്കും. നമുക്ക് കാണാം നമ്മുടെ ബക്കറ്റുകളുടെ ഉള്ളിൽ അല്ലെങ്കിൽ വെള്ളം അടച്ചു വെച്ചാൽ 2 ദിവസം അടച്ചു വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക ഒരു ലേപം പോലെ. ആ സാധ്യത തന്നെ ദോഷോപലിപ്ത വദനാഹ രസഹ സ്രോതസ്സുകൾ, ആഹാരം വലിച്ചു കൊണ്ടുപോകുന്ന ആ സ്രോതസ്സുകൾക്ക് ഇതേപോലെ ഒരു ഉപലേപത്വം വരികയും അത് എന്താ പറയുക നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഈ ചംക്രമണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ പറയാ അതായത് ഈ ആയുസിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണല്ലോ, ചിട്ടയായിട്ട് പോയാലും അതിന് ഇത് വരും. അപ്പോൾ അതിൻ്റെ ഉദാഹരണം പറയണേ, നമ്മൾ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രഥമാണെങ്കിൽ പോലും അതിൻ്റെ ചക്രം കാലക്രമത്തിൽ തേഞ്ഞു വരും. അത് കാലക്രമത്തിൽ തേയലാണ്. പക്ഷെ അതല്ലാതെ വളരെ കുണ്ടും കുഴിയ റോട്ടിൽ കൂടെ ഓടിക്കുക, നമ്മൾ കൃത്യമായിട്ട് അതിന് ഓയിലിടാണ്ടിരിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വേഗം നശിക്കും. അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ വേറെ ഉദാഹരണം പറയണത് നിലവിളക്കിലെ തിരി പോലെ നിറയെ എണ്ണ വെച്ച് തിരിയൊക്കെ നന്നായിട്ടിട്ട് വിളക്ക് കൊടുക്കുകയാണെങ്കിൽ കുറേ നേരം നിന്ന് കത്തും. പക്ഷെ അതിനിടയ്ക്ക് കാറ്റടിക്കുക അല്ലെങ്കിൽ പ്രാണി വന്ന് വീഴുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ വിളക്കും തിരിയൊക്കെ നല്ലതാണെങ്കിൽ പോലും എന്താ പറയുക അത് പെട്ടെന്ന് കെട്ടുപോകും. അതുപോലെ തന്നെയാണ് എന്താ പറയുക നമ്മുടെ ബാഹ്യമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ, ഇപ്പം ഈ പറഞ്ഞ പോലെ കാറ്റോ അല്ലെങ്കിൽ കീടങ്ങളുടെ ആക്രമണം പറഞ്ഞ പോലെ ബാഹ്യമായിട്ടുള്ള നമ്മുടെ ഈ കാലാവസ്ഥയും ഒപ്പം തന്നെ നമ്മുടെ ആഹാര ഇതെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പം ആരോഗ്യത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞതാണ്. സമയം തീർന്നു പോകാറായി. ഇനി അടുത്ത ഭാഗം ഉപവാസമാണ്. അപ്പോൾ ലളിതാജി യൂട്യൂബിലൊന്ന് കണ്ടു, അതായത് ഉപവസിക്കുക എന്ന് വെച്ചാൽ അടുത്തിരിക്കുക, അതായത് ഈശ്വര ചിന്തയോടുകൂടി അല്ലെങ്കിൽ ആത്മീയതയോട് ചേർന്നിരിക്കുക അല്ലെങ്കിൽ ഭഗവാനോട് ചേർന്നിരിക്കുക എന്നൊക്കെ അടുത്തിരിക്കുക എന്നർത്ഥം പറയും. ഇപ്പോൾ ഉപ എന്നുള്ള വാക്കിന് ഈഷത് അല്ലെങ്കിൽ ഊനം എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ വ്യാഖ്യാതാക്കന്മാർക്ക് ഇപ്പോൾ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമല്ലോ. അപ്പോൾ ഊനം അതായത് കുറഞ്ഞിരിക്കുന്ന വാസം. യഥാർത്ഥ വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് ബാക്കി ആസ്വദിച്ച് വാസം. അപ്പം അതിലുള്ള കുറവെന്ന് പറയുമ്പം അങ്ങനെയാണ് ഇവിടെ ആഹാരത്തെ ഉപേക്ഷിച്ചിട്ടുള്ള വാസം എന്നുള്ള ഉപവാസം എന്നുള്ള വാക്കിന് കിട്ടുന്നത് അങ്ങനെയാണ്. പിന്നെ ഉപവാസത്തിൻ്റെ ഇപ്പോൾ വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാഴ്ചയാണെങ്കിലും കേൾവിയാണെങ്കിലും മുഴുവൻ നമ്മുടെ കൺട്രോളിലല്ല എന്ന് തോന്നുന്നു. അതായത് നമ്മൾ കാണണ്ടെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ബാഹ്യമായി കാണുകയും കേൾക്കുകയൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. പക്ഷേ ഈ ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ കൺട്രോളിലുള്ള, അപ്പോൾ ഭഗവത്ഗീതയിലൊക്കെ പറയണ്ടല്ലോ രസവർജോ രസോപ്യസ്യ, അതായത് രസം എന്ന് പറയുന്നത് ഉപലക്ഷണമാണ്. അപ്പം രസം വർജിക്കുക, ആഹാരം വർജിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ബാക്കി ഇന്ദ്രിയങ്ങളെയും, രസന മാത്രമല്ല കാഴ്ചയും കേൾവിയും ഒക്കെ നല്ലത് മാത്രം, അതിനാണ് നേരത്തെ പറഞ്ഞ പോലെ ഭഗവത് നാമമായിട്ടും അങ്ങനെ ദിവസം കഴിച്ചു കൂട്ടുന്നത് അങ്ങനെ ഒരു ഗുണം കൂടി കിട്ടും. അപ്പോൾ കേവലം ആഹാരം വേണ്ട എന്ന് വയ്ക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ക്രമത്തിൽ ആ താല്പര്യം കൂടി ഇല്ലാണ്ടാവുന്ന അവസ്ഥയിലാണ് നമ്മൾ ശരിക്കും അമ്മ പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുക. അപ്പോൾ അതിനൊക്കെയുള്ള ആദ്യത്തെ പടിയും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ആഹാരം വർജിക്കൽ. പിന്നെ ഉപവസിക്കുക എന്നുള്ളത് ആയുർവേദ ചികിത്സയിൽ സുപ്രധാനമായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ 2 രീതിയിലാണ് ചികിത്സ പറയുക, ഒന്ന് ശോധനം എന്ന് ശമനെന്നും. ഇപ്പോൾ ഉദാഹരണം പറയുമ്പം ഇപ്പോൾ പാടത്ത് കൃഷി ഇറക്കിയേക്കാണ്, പക്ഷെ മഴ കാരണം വെള്ളം കെട്ടിക്കിടക്കുകയാണ്. കാര്യം കൃഷിക്ക് വെള്ളം ആവശ്യമുണ്ട്, പക്ഷെ ആ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അവിടെ നമ്മൾ എത്ര സൂര്യൻ കത്തിയാലും ആ വെള്ളം മറ്റേക്കാൾ കൂടുതൽ പ്രളയമാണെങ്കിൽ നമ്മൾ കെട്ടുപൊട്ടിച്ച് വിടണം. അതേസമയം അല്പാൽപ്പം വെള്ളമൊക്കെ കെട്ടിക്കിടക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചാലോ കാറ്റടിച്ചാലോ ഒക്കെ ആ വെള്ളം വറ്റിപ്പോകും. അപ്പം അങ്ങനെയാണ് ചികിത്സയിൽ ശോധനം ശമനം എന്ന് പറയുന്നത്. അപ്പം ശമനം എന്ന് പറയുമ്പോൾ അത്ര അധികമായിട്ട് രോഗം വർദ്ധിച്ചിട്ടില്ല, അത്ര അധികമായിട്ട് ഒരു ശാരീരിക പ്രശ്നങ്ങളില്ല, ഇതിനൊന്നും ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശമനം മതി എന്ന് പറയും. ആ ശമനത്തിലെ വിഭാഗത്തിൽ പറയുന്നത് ക്ഷുത്ത്, വിശപ്പ് നിയന്ത്രിക്കുക, പിപാസ ദാഹം നിയന്ത്രിക്കുക, പിന്നെ ആദവം മാരുതം, കാറ്റേൽക്കുക, വെയിലേൽക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ സൈനസൈറ്റിസോ അല്ലെങ്കിൽ തലയ്ക്ക് മുഴുവൻ കഫം നിറഞ്ഞ പോലെ തോന്നുക, തുമ്മലൊക്കെ വരുമ്പോൾ തന്നെ രാവിലെ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ തോന്നില്ല.
ഒരു 10-10:30 ആകുമ്പോൾ തന്നെ തലയൊക്കെ തന്നെ തെളിഞ്ഞ പോലെ തോന്നും ചിലപ്പോൾ. അല്ലെങ്കിൽ കുറച്ച് നേരം വെയിൽ കൊള്ളാൻ തോന്നും. അത് കുറച്ച് നേരം ആ കാറ്റും വെയിലായിട്ടാൽ തന്നെ കുറേയൊക്കെ തന്നെ ശമിച്ച് പോകുന്നതായിട്ട് നമുക്കറിയാം. ആ സമയം അങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് നമ്മളൊരു തണുപ്പ് ഒരു AC ഇരിക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടണമായിട്ടും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ശരീരത്തിൽ തന്നെ ചില ചോദനകളുണ്ട് ഇന്ന് ചെയ്യണമെന്ന്. അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ തന്നെ ഇപ്പം ഉപവാസം നമ്മൾ പറയും, ജ്വരത്തിലാണെങ്കിലും കണ്ഠരോഗം, തൊണ്ടയ്ക്ക് അസുഖമൊക്കെ ആണെങ്കിൽ ഉറക്കോളിപ്പ്, ഉറങ്ങാണ്ടിരിക്കുക, ആഹാരം ഉപേക്ഷിക്കുക. ഇപ്പം നമ്മൾ ശിവരാത്രിയൊക്കെ ചെയ്യണ പോലെ കണ്ഠരോഗിയാണെങ്കിലും വിഷാർത്തനാണെങ്കിലും ഇപ്പം പരമശിവൻ കണ്ഠത്തിലെ വിഷം ഇറക്കിയ സമയത്താണല്ലോ മറ്റേ ജാഗരണം വന്നത്. അത് ചികിത്സയുടെ ഒരു പ്രധാന പ്രിൻസിപ്പലാണ്. ഉറക്കൊളിക്കുക. ഈ കണ്ഠത്തിന് മുകളിൽ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ മുഖത്ത് കഫത്തിൻ്റെ സ്ഥാനമാണെന്ന് പറയാം. അപ്പം കഫത്തെ ക്ഷയിപ്പിക്കുന്ന ഏറ്റവും അഗ്രമാണ് ഈ ഉപവാസവും ഈ ഉറക്കളപ്പും. അപ്പോൾ ഈ ഉപവാസം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓടകളിൽ ഇപ്പം ബ്ലോക്കായിട്ട് കിടക്കുക, അത്ര ശക്തമുള്ള ബ്ലോക്കല്ല, ചെറുതൊക്കെ ആണെങ്കിൽ നല്ല 2 വെയിൽ ശക്തമായിട്ട് തെളിയുകയാണെങ്കിൽ തന്നെ അതെല്ലാം വറ്റി കുറേ ക്ലിയർ ആവും. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിനുള്ളിൽ സൂര്യനെ പ്രതിനിധീകരിക്കുന്ന ഒരു അഗ്നി എന്നുള്ള തത്വമുണ്ട്. ഈ അഗ്നിയാണ് നമ്മുടെ ജഠരാഗ്നി പാകമായിട്ട് നിന്നിട്ട് എല്ലാത്തിനെയും ദഹിപ്പിച്ച് അതേസമയം ശരീരത്തെ മൊത്തം അനുഗ്രഹിച്ച്. ഇപ്പോൾ രാജാവ് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ഡൽഹിയിലിരുന്നാൽ മതി, അവിടെ നിന്നിട്ട് മൊത്തം രാജ്യത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ ഈ ജഠരത്തിൽ ഇരുന്നിട്ട് തന്നെ ശരീരത്തിലെ ത്വക്കിൻ്റെ മാർദ്ദവത്തെയും കണ്ണിൻ്റെ കാഴ്ചയെയും ബുദ്ധിയുടെ തെളിച്ചത്തിനെയും എല്ലാം നിയന്ത്രിക്കുന്ന ഈ അഗ്നിയാണ്. അത് നമുക്കറിയാം, ഭയങ്കരമായിട്ട് കഫം കൂടിയിരിക്കുമ്പം കാർമേഘം വന്ന സൂര്യൻ പോലെ നമുക്ക് ആകെ ഒരു മന്ദത പോലെ തോന്നും. അപ്പോൾ ഇതിനെയൊക്കെ തെളിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഉപവാസം. അപ്പോൾ അഗ്നിയുടെ ഇത് പറയുമ്പോൾ ആഹാരം അഗ്നിം പചതി, അതായത് അഗ്നിയുണ്ട്, ആഹാരമുള്ള സമയത്ത് അഗ്നി ആഹാരത്തെ പചിക്കും. ആഹാരമില്ലെങ്കിൽ ദോഷാൻ ആഹാരവർജ്ജാൻ എന്നാണ്. അപ്പോൾ ഉള്ള ദോഷങ്ങൾ, അതായത് ബൈ പ്രൊഡക്റ്റായിട്ട് ദഹനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാലിന്യങ്ങൾ വിവിധ, ഇവിടെ ഞങ്ങൾ ദോഷം എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങളുടെ സ്വസപ്ഞയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ പറയുമ്പോൾ അതാണ് ലളിതാജി പറഞ്ഞ നോബൽ പ്രൈസിന് പറഞ്ഞിട്ടുള്ള ഓട്ടോഫാഗി അല്ലെങ്കിൽ ഓട്ടോഫാജി എന്ന് പറയണം. അതായത് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് അതെന്ന് വെച്ചെങ്കിൽ ലൈസോസോം, ഇപ്പം സെൽസിൻ്റെ സ്ട്രക്ചർ പഠിച്ച ആൾക്കാർക്കറിയാം. അതായത് പഴകിയിട്ടുള്ള കോശങ്ങൾ, അതുപോലെ വേസ്റ്റ് പ്രൊഡക്റ്റ്, ഇതിനെല്ലാം എൻഗൾഫ് ചെയ്ത് കളയുന്ന അല്ലെങ്കിൽ ആസിഡ് ഒഴിച്ച് അലിയിപ്പിച്ച് കളയുന്ന ഒരു വിഭാഗം, ഒരു സ്കാവഞ്ചേഴ്സ് നമ്മുടെ ബോഡിയിലുണ്ട് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇത് ഒരു സ്ട്രെസ്സാണ്. അതായത് നമ്മൾ ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ബോഡിക്ക് ഒരു ഭയങ്കര സ്ട്രെസ്സ് വരുന്ന സമയത്ത് ബോഡി ഭയങ്കര അലേർട്ടായിട്ട് ഓട്ടോഫാജി ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റഡ് ആവും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ജീനിൻ്റെ പഠനത്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ ഇത് ഉപവാസത്തിൻ്റെ ഒരു ഗുണമാണ്. ഇത് ഈ ഉപവാസം കൊണ്ട് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചീത്ത സെല്ലുകൾ നശിക്കുന്നു. അപ്പോൾ നമ്മുടെ യൗവനത്തെ, ഇപ്പം നമ്മൾ പറയും മാൻ ഈസ് ആസ് ഓൾഡ് ആസ് ഈസ് ആർട്ടറീസ് എന്ന് പറയാം. ഇത് ആർട്ടറികളുടെ, നമ്മുടെ സ്രോതസ്സുകളുടെ ആരോഗ്യമാണ് ഒരാളുടെ ഏജിങ്ങിനെ നിശ്ചയിക്കുന്നതെന്നാണ്. അപ്പോൾ ഞങ്ങളുടെ രസായന ചികിത്സ പറയുന്നുണ്ട്. അതായത് ആൻറ്റി ഏജിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് അതിൻ്റെ പ്രധാന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ സ്രോതസ്സുകൾ, ഈ ചാനലുകളെ ശുദ്ധാക്കാനുള്ള മരുന്നുകളും ചികിത്സയാണ് അതിൽ പറയുന്നത്. കാരണം ചാനൽ ശുദ്ധമായി കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് വെയിലത്ത് കിടക്കുന്ന നമ്മുടെ ഒരു പൈപ്പ് കാണുമ്പോൾ നമുക്കറിയാം ബ്രിറ്റിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലാസ്റ്റിറ്റി പോവും നമുക്ക്. അപ്പോൾ അതിൽ നമ്മൾ പൈപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ തുറന്നിട്ടാൽ പോലും ഈ വെള്ളം കൃത്യമായിട്ട് ശരീരം കടക്കെത്തില്ല. കാരണം അതിനാ ഇലാസ്റ്റിറ്റി, പ്രഷർ അനുസരിച്ചിട്ടുള്ള വികസിക്കാനും ചുരുങ്ങാനുമുള്ള അതിൻ്റെ നോർമൽ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇത് ഈ ബാഹ്യമായ കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ ഒപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ അഴുക്കടിഞ്ഞാലും നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യണേ. അപ്പോൾ സെല്ലുകളുടെ ഇടയ്ക്കുള്ള ഈ വേസ്റ്റ് പ്രൊഡക്റ്റിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിമുലയായിട്ട് ഈ ഫാസ്റ്റിംഗ് പ്രയോജനപ്പെടുന്നുണ്ട് എന്നാണ് ആ സ്റ്റഡി കഴിഞ്ഞത്. പിന്നെ അതല്ലാതെ അതിന് വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം ബ്രെയിൻ ഡിറൈവ്ഡ് ഒരു ന്യൂറോ ട്രോപ്പിൻ ഫാക്ടർ എന്ന് പറയും, BDNF എന്ന് പറഞ്ഞിട്ട്. അത് ഈ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, ഉപവാസം എടുക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് ബോഡിയിൽ കൂടും. ഈ BDNFൻ്റെ അളവ് ബോഡിയിൽ കുറയണ അവസ്ഥ എന്ന് പറയുന്നത് അൽഷിമേഴ്സിലും ഡിപ്രഷനിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഈ സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് തന്നെ അപ്പോഴാണല്ലോ. ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് വരുന്ന സമയത്ത്
ജീവിതം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സെൽസിനും അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ട് ഇപ്പോൾ ചിലവരുടെ പറയും തൈറോയ്ഡ് ദ്രവിച്ചു പോയി, അപ്പോൾ ജീവിതകാലം മുഴുവൻ തൈറോയ്ഡ് ഹോർമോൺ കഴിക്കണം. അതെങ്ങനെയാണ് ദ്രവിച്ചു പോയത്? യഥാർത്ഥത്തിൽ ശരീരം ഒരിക്കലും അതിൻ്റെ കോശങ്ങൾ നശിപ്പിക്കുന്ന സ്വഭാവം ശരീരത്തിനില്ല. പക്ഷേ കൃത്യമായിട്ട് ഉറക്കമില്ലാണ്ടിരിക്കുക, ഇങ്ങനെ എന്താ പറയുക, ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും. ആഹാരത്തിൻ്റെ സ്റ്റാർവേഷൻ വരിക, ഈ പറഞ്ഞിട്ടുള്ള മെറ്റാബോളിക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഒന്നിച്ച് സൂയിസൈഡ് ചെയ്യും ചിലപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ന്യൂറോൺസിനെ, സ്ട്രെസ്സായിട്ടുള്ള ന്യൂറോൺസ് നശിച്ചു പോകാണ്ടിരിക്കാൻ ഈ BDNF എന്നുള്ള സാധനം സഹായിക്കുന്നുണ്ട്. അതൊരു തരം പ്രോട്ടീനാണ്. അത് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അളവ് ശരീരത്തിൽ നന്നായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ നോക്കൂ, നമ്മൾ എന്തായാലും ഉപവസിച്ചല്ലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇപ്പം എല്ലാവരും പ്രമേഹം വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് പല രോഗികൾ വരുമ്പോൾ പറയാം, അതായത് വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിറയാണ്, പിന്നെ ഭക്ഷണം കഴിഞ്ഞ് കുറേ സമയമെടുക്കും ആ വിറയും നോർമലാവാൻ, പെട്ടെന്ന് ഷുഗർ താഴ്ന്നു പോവുകയാണെന്ന് പറയും. യഥാർത്ഥത്തിൽ അത് പ്രമേഹം വരുന്നതിൻ്റെ ഒരു മുന്നോടിയാണ്. ഇപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ എടുക്കുന്ന ആളുകൾക്കും ഇത് ഫീൽ ചെയ്യണ്ടാവും. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ബോഡിയിൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അതിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് കൊടുക്കണമെങ്കിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം പറ്റുന്നില്ല. അപ്പോൾ ആ റെസിസ്റ്റൻസിനെ തടയാനായിട്ട് ഫാസ്റ്റിങ്ങിനും വ്യായാമത്തിനൊക്കെ ഭയങ്കര ഗുണമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഇൻസുലിൻ്റെ അളവ് നോർമലിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റഡികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭാവിയിൽ പ്രമേഹം വരാണ്ടിരിക്കാനും, ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഒരു രോഗം എന്ന് പറഞ്ഞാൽ PCOD ആണ്. പെൺകുട്ടികളിലൊക്കെ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം, ഇൻഫെർട്ടിലിറ്റി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ വരാതിരിക്കാൻ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഉപവാസം കൊണ്ട് പറ്റും. അതുപോലെ ഷാപ്പറോൺ പ്രോട്ടീൻ കൊണ്ട് വേറൊരു പ്രോട്ടീൻ ഉണ്ട്. അതും അതെ, ഈ ഇൻകറക്റ്റ് അസംബ്ലിംഗ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറയും. അതായത് ഓരോന്നും ചേരേണ്ടതുപോലെ ചേരണം, വേണ്ടതല്ലാത്ത രീതിയിൽ ചേർന്നാൽ. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ പറയും ഒരു വൈകല്യം ഇല്ലാണ്ട് എല്ലാം ചേരേണ്ട പോലെ ചേർന്നത് ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഒരു മുറിച്ചുണ്ടോ അല്ലെങ്കിൽ ഹാർട്ടിന് വാലിന് പ്രശ്നമോ ഓട്ടകളോ അതെല്ലാം ജനിക്കുന്ന സമയത്ത് ബോഡിയുടെ ഒരു പ്രത്യേക ഒരു കഴിവാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, കറക്റ്റായിട്ടുള്ള എല്ലാ ഇതിനും ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഈ പറഞ്ഞിട്ടുള്ള ഫാസ്റ്റിങ്ങിന് പറ്റുന്നുണ്ട്. അതുപോലെ ഈ സ്ട്രെസ് വരുമ്പോൾ ഡാമേജ് ആയിട്ടുള്ള മോളിക്യൂൾസിനെല്ലാം തന്നെ ക്ലീൻ ചെയ്യാനുള്ള, നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോഫാജിൽ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്യാനുള്ള ഇതെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അത്രയും ഗുണങ്ങളുള്ള ഈ ഉപവാസം, അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ടും, അപ്പോൾ രോഗം വന്നിട്ട് ഇത്രയും രോഗങ്ങൾ വന്ന് ഇപ്പോൾ പ്രമേഹം, കൊളസ്ട്രോള്, തൈറോയ്ഡ് രോഗങ്ങൾ, ഇതൊക്കെയുള്ള രോഗികൾ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇതൊന്നുമില്ലാത്ത ആളുകൾ ഇത് ഇനി ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു എന്താ പറയുക കുതിച്ചുചാട്ടമാണ് യഥാർത്ഥം നമ്മളിപ്പോൾ തുടങ്ങാൻ പോണ നമ്മുടെ ഉപവാസം. പിന്നെ ഇനി ഉപവാസം എന്ന് പറയുമ്പോൾ എത്ര വരെ ആർക്കൊക്കെ ആവാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നാളെ രാവിലെ മുതൽ അടുത്ത ദിവസം രാവിലെ വരെ എന്നുള്ളതാണ് ഈ ഏകാദശി ഉപവാസത്തിൻ്റെ പ്രത്യേകത. അത് തന്നെ ഉപവാസം തീരെ ചെറിയ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആളുകളോ പ്രായാധിക ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് അവനോട് ശക്തിക്കൊത്തവണ്ണാണ് ഇത് കസ്റ്റമൈസ് ചെയ്യാണ്, അവനോട് പറ്റുന്ന പോലെ. അപ്പം കുട്ടികൾ പിന്നെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മൾ മകളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പറ്റുന്ന ഈ ഇതൊരു തുടക്കമാണ്. അപ്പോൾ ഇനി എപ്പോഴാണ് അവസാനിക്കുക, എന്താണ് ഉപവാസം ശരിയായോ, നമ്മുടെ ബോഡിക്ക് ആവശ്യമായ രീതിയിൽ ഉപവാസം ആയോ, അതെങ്ങനെ തിരിച്ചറിയും എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ജ്വരമുക്ത ലക്ഷണം. ഇപ്പോൾ ജ്വരം വരുമ്പോൾ, ജ്വരം വെച്ചാൽ ഇപ്പോൾ പലതരം പനികൾ വന്നിട്ട് അനുഭവിച്ചിരിക്കുന്ന ആളുകൾ ധാരാളം നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ജ്വരം വരുന്ന സമയത്ത് വിടുന്ന സമയത്ത് നമ്മൾ പറയും എങ്ങനെയാ ജ്വരം പനി മാറിയേ. ഇപ്പം നമ്മൾ ടെമ്പറേച്ചർ കുറഞ്ഞതിനനുസരിച്ച് പനി മാറിയില്ല, പിന്നെയും ഒരു മാസമോ 2 മാസമോ ശരീരത്തിൻ്റെ കനം കാരണവും ചുമച്ചും ശ്വാസം മുട്ടി നടക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അത് യഥാർത്ഥത്തിൽ രോഗം മാറിയെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഒരു പഥ്യവും നോക്കാണ്ട് ഏതെങ്കിലും വൈദ്യനെ ആശ്രയിച്ച് മാത്രം ഒരു ആരോഗ്യം വീണ്ടെടുക്കാമെന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ് യഥാർത്ഥത്തിൽ. അവനവൻ്റെ ആരോഗ്യം അവനവൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം അതിനുള്ള ഒരു സഹായം മാത്രമാണ് ഈ വൈദ്യം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഉപവാസം മതി. എന്താണ് നമ്മുടെ ലക്ഷണം എന്ന് പറയുകയാണെങ്കിൽ വിമലേന്ദ്രിയത. ഞാൻ നേരത്തെ ആരോഗ്യ ലക്ഷണം പറഞ്ഞ പോലെ തന്നെയാണ്. ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഇപ്പം ശബ്ദം കേൾക്കാൻ വയ്യ, അസഹിഷ്ണുത എന്ന് പറയും പനിയൊക്കെ കൂടിക്കഴിയുമ്പോൾ. അപ്പോൾ അതായത് ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റണില്ല. അപ്പോൾ അത് അല്ലാതെ ഇപ്പം കോവിഡ് വന്നപ്പോൾ ഒരുപാട് പേർക്ക് കേൾവിശക്തി പോയി. അപ്പോൾ
അതൊക്കെ രോഗം കൊണ്ടുണ്ടാകുന്ന ഓരോ ഉപദ്രവങ്ങളാണ്. പക്ഷെ ഈ ഉപവാസം വരുന്ന സമയത്ത് ക്രമത്തിൽ കേൾവിശക്തി പോയവർക്ക് തിരിച്ചു വരുന്നല്ല പറയണേ. ഈ രോഗത്തിൻ്റെ ചികിത്സയോടൊപ്പം തന്നെ ആഹാരം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ദ്രിയങ്ങൾക്കെല്ലാം നൈർമല്യം, അതുപോലെ മലങ്ങൾ ശോധന കൃത്യമായിട്ട് വരുന്നു, ശരീരത്തിന് അയവ് വരുന്നു, അതുപോലെ വിശപ്പും ദാഹം ഉണ്ടാവുന്നു. ഏമ്പക്കത്തിന് ഇപ്പോൾ ചിലർ ഏമ്പക്കം പുളിരസം അല്ലെങ്കിൽ എരിവിരസം, അപ്പോൾ ഭയങ്കര വിശപ്പാന്ന് പറയും. ഇപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ എപ്പോഴും വിശക്കുകയാണ്. അത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമല്ല. ആരോഗ്യത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇരുട്ട് വരുമ്പോൾ തന്നെ വയറ് കത്തി എഴുന്നേറ്റ് വരുന്നതും ആരോഗ്യത്തിൻ്റെ ലക്ഷണമല്ല. അപ്പോൾ ഉദ്ഗാരത്തിന് ദുർഗന്ധമൊന്നും പാടില്ല, ശുദ്ധമായിരിക്കണം. അതുപോലെ നമ്മളിപ്പോൾ ഏതെങ്കിലും രോഗത്തിന് വേണ്ടിയിട്ടാണ് ഉപവസിച്ചതെങ്കിൽ ആ രോഗം മാറുക. അതൊക്കെയാണ് ഈ ഉപവാസം. ഇപ്പോൾ ഏകാദശി ഉപവാസത്തിനല്ല, പൊതുവെ ഈ ഉപവാസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലക്ഷണങ്ങൾ, ഈ അനുഭവം ഉണ്ടോയെന്നും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ എപ്പോഴാണ് വിശപ്പ് വരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ലക്ഷണമുണ്ട്. അതായത് രാവിലെ എണീറ്റു, എണീറ്റ വഴിക്ക് ഒരു ഭയങ്കര വിശപ്പ് വരാണെങ്കിൽ അത് ആരോഗ്യ ലക്ഷണമല്ല. പ്രസൃഷ്ടേ മിൻമൂത്രേ, രാവിലെ എണീറ്റു, ശോധന കാര്യങ്ങളൊക്കെ ചെയ്തു, അത് ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിൽ ലൈറ്റ്നെസ് തോന്നി, അത് കഴിഞ്ഞിട്ട് എന്താ ഉദ്ഗാരം ശുദ്ധമായി എന്ന് പറയാം. അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഇപ്പോൾ ശരിക്കും വിശപ്പാണോ അല്ലെങ്കിൽ ദുഷ്ടബുഭുക്ഷ എന്ന് പറയും, ദഹനം ശരിക്കും നടക്കാതിരിക്കുമ്പോൾ പുളിക്കണ പോലത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഒരല്പം ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ അത് മാറുകയാണെങ്കിൽ അത് വിശപ്പായിരുന്നില്ല. അപ്പോൾ ഉദ്ഗാരശുദ്ധി പ്രധാന ലക്ഷണമായിട്ട് പറയും. എമ്പക്കത്തിൽ പുളിരസം മറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ ദഹനം ഒട്ടും തീർന്നിട്ടില്ല എന്ന് തന്നെ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ക്ഷുതുപുകവനെ വിശപ്പുണ്ടാവുന്നത്. അപ്പോൾ രാവിലെ എണിട്ട വഴിക്ക് വിശപ്പുണ്ടാവുന്നത് ആരോഗ്യ ലക്ഷണമല്ല. ഈ ക്രമത്തിൽ ഈ വിശപ്പുണ്ടാവുകയും അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുകയും ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു സമയം ഏകദേശം അതിക്രമിക്കാറായി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രോഗം വരുന്ന സമയത്ത് ഏതെങ്കിലും മരുന്ന് കഴിച്ച് മാത്രം ഈ രോഗത്തെ കളയുക എന്നുള്ള ഒരവസ്ഥ, ഇപ്പോൾ അത് പ്രത്യേകിച്ച് പല പല രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ തന്നെ ഇപ്പം മനസ്സിലാവുണ്ടാവും. ഏതെങ്കിലും മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല. ഇപ്പോൾ രോഗം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രകൃതി ചികിത്സക്കാരുടെ, നമ്മൾ നേരത്തെ പറഞ്ഞു ആകാശം എന്ന്, പഞ്ചഭൂത ഉപാസനയുണ്ട്. ഇത് ഈ മണ്ണ് കൊണ്ടൊക്കെ ലേപം ചെയ്ത് പൃഥ്വി ഓരോ, അപ്പം അതിൽ ആകാശത്തിൻ്റെ ആകാശത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആകാശ തത്വത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു ആരാധനയാണ് യഥാർത്ഥത്തിൽ ഉപവാസം. അപ്പം അത്രയും മഹത്തരാണ്. അപ്പോൾ ഈ രോഗം വരണത് തന്നെ ഇടയ്ക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടിച്ചു വാരി മറാലയൊക്കെ മാറ്റി വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് വീട് വൃത്തിയാക്കി വെക്കണ പോലെ തന്നെ രോഗം വരുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇതെല്ലാം ക്ലിയർ ആക്കാനുള്ളൊരു അവസരം കൊടുക്കുക. അതാണ് ഉപവാസത്തിൻ്റെ. ഇപ്പോൾ പറയും ക്യാൻസർ കഴിഞ്ഞിട്ട് ലോകത്തിൽ മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ രോഗികളുടെ മരണത്തിനിടയാക്കുന്ന, അമേരിക്കയിൽ തന്നെ 4 ലക്ഷം പേരാണ് അയാട്രോജനിക് എന്ന് പറയും. അതായത് ഫിസിഷ്യൻ ഇൻഡ്യൂസ്ഡ്, അതായത് ഒരു ഡോക്ടറുടെ ഇടപെടൽ കൊണ്ട് മരണം ഉണ്ടാകുന്ന കേസുകൾ. അത് ഡോക്ടർ നേരിട്ട് പോയി വധിക്കുകയല്ല, പക്ഷേ ലക്ഷണങ്ങളെ സപ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ മൾട്ടിപ്പിൾ സ്ക്ലറോസൊക്കെ വന്നു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല, നമുക്ക് മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. അത് തന്നെ വളരെ ദുസ്സാധ്യമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു രോഗം വരുമ്പോൾ അതിനെ സപ്രസ് ചെയ്യുമ്പോൾ രോഗം മാറി എന്ന് പറയുന്നത് അസുഖം മാറുകയല്ല, മറ്റൊരു രോഗമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരണത്, അപ്പോൾ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഈ ശുദ്ധീകരണ പ്രക്രിയയെ നമ്മളൊന്ന് സഹായിക്കുക. അപ്പോൾ ജീവിത രീതിയിൽ മാറ്റം വരുത്താനായിട്ട് നമ്മൾ തയ്യാറാകുക. ഇപ്പോൾ എല്ലാ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ചെയ്യണ പോലെ തന്നെ നമ്മുടെ അബദ്ധം കൊണ്ടാണ് രോഗം വന്നതെന്നുള്ള ഒരു പ്രായശ്ചിത്തം ചെയ്യണ ഒരു മനോഭാവത്തോടെ തന്നെ അപ്പോൾ ആലോചിക്കണം. ഒരു രോഗം വരുമ്പോൾ ഉപവസിക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്ത അഹിതാചാരം അല്ലെങ്കിൽ എന്ത് കൊണ്ടായിരിക്കാൻ വന്നത് എന്ന് ആലോചിച്ച് ഒരല്പം പശ്ചാത്താപത്തോടെ ഇനി ഈ രോഗത്തിലും ആരോഗ്യത്തിനെ കുറിച്ച് എനിക്കൊരു ഉത്തരവാദിത്തമുണ്ടെന്ന് മനസ്സിലാക്കി ഇനി ഞാൻ ഇത്തരം അഹിതം ആചരിക്കില്ല എന്നൊരു ദൃഢനിശ്ചയത്തോടെ ഇനി അത് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി ഉണ്ടാകാനായി ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സുഖം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പന്ഥാവ്, ഈ പഥ്യം, ഇപ്പം ആയുർവേദ ഡോക്ടർമാർ സമീപിക്കുക പലപ്പോഴും പഥ്യം പറയും, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ചില ആൾക്കാർ പറഞ്ഞേക്കാറുണ്ട്. പഥ്യം എന്ന വാക്കിൻ്റെ അർത്ഥം പഥോ അനവേദം. ഞാൻ നേരത്തെ പറഞ്ഞ സ്രോതസ്, പന്ഥാവ് എന്ന് വെച്ചാൽ മാർഗമാണ്. ആ സ്രോതസ്സിന് എന്താണോ അനുകൂലം, പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കി അനുകൂലത്തെ പറയാം. നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോവുകയാണ്, ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ
ഇപ്പം എറണാകുളത്ത് നിന്ന് ഇടത്തോട്ട് തിരിയരുത് വലത്തോട്ട് പോകണം എന്ന് പറയണത്, അത് ചെയ്യരുത് ഇത് ചെയ്യണം, ഇത് രണ്ടും പറയണത് ആണ് പഥ്യം. അപ്പം ആ പഥ്യം പറയണത് ഈ ശരീരത്തെ സഹായിക്കാനുള്ളത് മാർഗമാണ്. അപ്പോൾ ആ പഥ്യം പാലിക്കാൻ വേണ്ടിയിട്ട് അബദ്ധത്തെ ഒഴിവാക്കാനുള്ള ശക്തി, അതിനുള്ള ദൃഢനിശ്ചയം ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം ചികിത്സയിൽ ഏർപ്പെടാൻ. അപ്പോൾ രോഗമുള്ളവർക്ക് ഒരു ഭാഗ്യമാണ്, രോഗമില്ലാത്തവർക്ക് ഇപ്പോൾ ഇതൊരു ഭാഗ്യമാണ്. കാരണം രോഗം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം അടിച്ച് വെടുപ്പാക്കി എല്ലാ പരിപൂർണ ആരോഗ്യത്തോടു കൂടി ചിന്തയുടെ തെളിവോടുകൂടി ശരീരത്തിൽ സഷ്ടവത്തോടു കൂടി എല്ലാ സാധനങ്ങളെയും ചെയ്യാൻ വേണ്ടി ഉള്ള അമ്മയുടെ അനുഗ്രഹമാണ് നമ്മുടെ ഈ ഇന്നത്തെ നമ്മളെടുത്തു വയ്ക്കുന്ന ഈ കാൽവെപ്പ്. അതിലേക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി ഞാൻ ഈ അനുവദിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം തന്നെ സമ്പൂർണ്ണ ഉപവാസമോ അതല്ലെങ്കിൽ പറ്റുന്ന പോലെ ഫലാഹാരമോ അല്ലെങ്കിൽ വെള്ളം കഴിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അവനവൻ്റെ ശക്തിക്കനുസരിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ എന്നുകൂടി പറഞ്ഞതുകൊണ്ട് കുട്ടികളാണെങ്കിലും ഇപ്പോൾ കൗമാരക്കാരും നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോടും 2-3 മാസം കഴിയുമ്പോഴേക്കും അവർക്ക് പരിപൂർണ ഉപവാസം എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്കത് അതോടുകൂടി യൂസറായി തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഏകാദശി വ്രതത്തിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.